ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴവും ബ്രെഡും വെച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 2 ചെറിയ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പഴം വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഈ പഴം നമുക്കൊന്ന് ഉടച്ചെടുക്കാം. റോബസ്റ്റ പഴം തന്നെ വേണമെന്നൊന്നുമില്ല. മൈസൂർ പഴവും നമുക്ക് എടുക്കാം. ചെറിയ മൈസൂർ പഴമൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കുക. അത്യാവശ്യം നല്ല വലിയ മൈസൂർ പഴവും കിട്ടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, അല്ലെങ്കിൽ 1.5 എടുക്കുക കേട്ടോ. അപ്പോൾ ഈ പഴം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടായാലും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിക്കോളും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ടയാണ് വേണ്ടത്. ഈ മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. പഴം ഇങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്ത് ചെറിയ ഒരു കട്ടകളൊക്കെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. പഴം മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. പഴവും മുട്ടയൊന്നും മിക്സിയിലിട്ട് അടിക്കേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ മുട്ടയും പാട് ഇതിലേക്ക് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ പഴവും മുട്ടയും എല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കണം കേട്ടോ. ഇതിവിടെ മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കിന് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി, പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടോ. അപ്പോൾ ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിതൊന്ന് കുഴച്ച് റെഡിയാക്കിയൊക്കെ എടുക്കാനുണ്ട്. അതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ നമ്മൾ വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ വറുത്തിട്ടുള്ള റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെടുത്ത് വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വറുക്കാത്ത റവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിവിടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെടുത്തിട്ടുള്ള ഈ 5 പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ക്രഷാക്കി എടുത്താൽ മതി. ഒരുപാട് പൊടിച്ച് ഫൈൻ പൗഡർ പോലെയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കറക്കി അതൊന്ന് പൊടിച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക, മുട്ടയും ഇതൊക്കെ കലക്കി വെച്ചിട്ടില്ലേ, അത് പഴമൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ഒരു ഫ്ലേവറിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടെ പൊടി ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്താലും മതിയാകും. ഇനി ബ്രെഡ് കുറച്ചിട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ബാക്കി കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി നോക്കട്ടെ. ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് നോക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സോ തേങ്ങയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താവുന്നതാണ്. തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇപ്പോൾ നട്ട്സ് ആണെങ്കിലും ചെറുതായിട്ട് ക്രഷ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ബ്രെഡ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മൊത്തം ഇതിലേക്ക് ഞാൻ 8 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് 8 എണ്ണമൊക്കെ വേണ്ടി വന്നത്. വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ ഒരു 6 എണ്ണം തന്നെ മതിയാകും കേട്ടോ. 2 ബ്രെഡ് കൂടെ പൊടിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഇനി കൈ കൊണ്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇതുവരെ ബ്രെഡും പഴവും മുട്ടയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. പെട്ടെന്ന് ചായ തിളക്കുന്ന നേരം കൊണ്ട് പെട്ടെന്ന് ഒരു കടി തയ്യാറാക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇതിപ്പോൾ കറക്റ്റ് പരുവാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, കുഴച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത് ഒരുപാട് കയ്യിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഇത് ഞാനിങ്ങനെ കുഴച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരുപാട് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല.
ഇപ്പോൾ ഒരു ചീനച്ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ആക്കാവുന്നതാണ്. ഇനി ഓയിലൊക്കെ ഇവിടെ ചൂടായി വന്ന സമയത്ത് കയ്യിലൊരല്പം എണ്ണയാക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതൊരു ഉന്നക്കായൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ രണ്ട് കയ്യിൽ ഒരല്പം എണ്ണ തേച്ച് ആക്കി കൊടുത്തിട്ട് ഒന്നാക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ നമ്മൾ ഉന്നക്കായ രണ്ട് കയ്യിലും വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കൂലേ, അതേപോലെ ഷേപ്പാക്കി എടുക്കാവുന്നതുമാണ്. ഞാൻ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നുള്ളിയിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഉണ്ണിയപ്പ ചട്ടിയിൽ ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ആക്കിയിട്ട്, ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ബ്രഷ് ആക്കിയിട്ട് ഇതിങ്ങനെ കുറച്ചായിട്ട് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെക്കണ്ട, മീഡിയത്തിൻ്റെ ലോയിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇത് നമുക്ക് കുക്കാക്കി എടുക്കാം. അപ്പോൾ അധികം ഓയിലൊന്നും ഇല്ലാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഉണ്ണിയപ്പ ചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇത്രയും തിക്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവസാനം 2 ബ്രെഡ് ചേർത്ത് കൊടുത്തില്ലേ, അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആദ്യത്തെ ആ ലൂസിൽ തന്നെ നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ഭാഗം ആയതിനു ശേഷം മാത്രം ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്ത് അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പഴവും മുട്ടയും ബ്രെഡും ഒക്കെ സാധാരണ നമ്മുടെ വീട്ടിൽ കാണുന്ന ചേരുവകളാണ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു ചായ തിളക്കുന്ന സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നൊരു സ്നാക്കാണ്. ഇനി കുട്ടികൾക്ക് സ്കൂൾക്ക് സ്നാക്കായിട്ട് കൊടുത്തേക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ വരുമ്പോൾ ചായയുടെ ഒപ്പം കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, ബ്രെഡൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേകൂല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. നല്ല എണ്ണ ചൂടായി വരികയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ നുള്ളിയിട്ട് മുഴുവനും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പുറം കുറച്ച് ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കുക. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.